ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ദീപ ശർമ്മ. എല്ലാവരെയും സ്വാഗതം അടിപൊളി ടേസ്റ്റ് ചാനലിലേക്ക്. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നതാണ് നോക്കിക്കോളൂ, പാവയ്ക്കയുടെ മെഴുക്കുവരട്ടി. ഞാൻ എൻ്റെ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഒരു പാവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. അതിനായിട്ട് വേണ്ടതാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് മാജിക് മസാല. മാഗിയുടെ മാജിക് മസാല കിട്ടുമല്ലോ, ഇത് എല്ലായിടത്തും കിട്ടും വാങ്ങിക്കാൻ. ഇത് വാങ്ങിച്ചു വെക്കണം. നമ്മൾ ഏത് സബ്ജി ഉണ്ടാക്കില്ല ഇതിൻ്റെ ഇച്ചിരി ഒരു അര സ്പൂൺ മാത്രം ഇട്ടാൽ മതി, ഒരു സ്പൂൺ ഇട്ടാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റ് വരും. അപ്പോൾ ഇതും കൊണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാവുന്നതാണ്. പിന്നെ ബാക്കി നമുക്ക് വേണ്ട മസാലകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് എണ്ണ, ഉപ്പ്, അങ്ങനെ. അപ്പം വരും, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. അത് കുറച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ഇതിനകത്ത് ഇടേണ്ടതാണ് എണ്ണ. ഇത് 2 ടേബിൾ സ്പൂൺ എണ്ണയാണ്. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അതിന് ഞാൻ ഹൈ ഇതിൽ വെച്ചേക്കുവാണ് തീ. എണ്ണ ഒന്ന് ചൂടായി വരുമ്പം നമുക്ക് അതിനകത്താണെങ്കിൽ ഇടാം ഇതിന് ഉലുവയാണ് പറയുന്നത്. ഉലുവ ഇടാം. ഒരു 7-8 കഷ്ണം ഉലുവ ഇടാം അതിനകത്തിൽ. ഓക്കെ. ആ ഉലുവ നമ്മൾ എപ്പം പാവയ്ക്കാൻ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലും ഉലുവ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക രുചി കിട്ടും നമുക്ക്. ഓക്കെ. ഈ ഉലുവയാണെങ്കിൽ ഒന്ന് ബ്രൗൺ ആയി വരണം. പാവയ്ക്ക ഇട്ടിട്ടുണ്ട്. പാവയ്ക്ക നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഉലുവ മാത്രം ഇട്ടാൽ മതി. ഉലുവ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഓക്കെ. ഇനി ഈ പാവയ്ക്ക നല്ലതായിട്ട് ഒന്ന് വേവണം. ഒത്തിരി വേവുണ്ട്. കുറച്ച് വേവുമ്പോൾ പിന്നെ നമുക്ക് അതിന് മസാല ചേർക്കാവുന്നതാണ്. അപ്പം ഈ പാവയ്ക്ക ഒന്ന് വേവട്ടെ. ഇപ്പം പാവയ്ക്ക കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്, പകുതി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്കിനി ഉപ്പ് ചേർക്കാം. ഉപ്പ് നമുക്ക് ആവശ്യം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. നമുക്കൊരുവിധം ഏകദേശം ഒരു 60 കാണുമല്ലോ, എത്ര ഉപ്പ് വേണോ അത്ര ഉപ്പിട്ടാൽ മതി. ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് നല്ലതായിട്ട്. ഉപ്പ് നല്ലതായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിനകത്ത് മഞ്ഞൾപ്പൊടി ഇടാവുന്നതാണ്. മഞ്ഞൾപ്പൊടി ഒത്തിരി ഇടണ്ട, ഇച്ചിരി ഇട്ടാൽ മതി. ഇനി അടുത്തത് മുളക് പൊടി. ഇതിൽ സ്പൂണിന് 2 വട്ടം. പിന്നെ മല്ലിപ്പൊടി 1.5 സ്പൂണ്. അടുത്തത് വേണ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇത് ഞാൻ പറഞ്ഞില്ലേ, ടേസ്റ്റ് മേക്കറാണിത്. മാജിക് മസാല, മാഗിയുടെ മാജിക് മസാല എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് എത്ര ഇഷ്ടമാണെന്ന് ഇവിടെ ഇച്ചിരി ഏറെ ഇതിൻ്റെ രുചി ഇഷ്ടം എല്ലാവർക്കും. ഞാൻ കുറച്ച് ഏറെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്യണം. നല്ലതായിട്ട് മിക്സ് ചെയ്യണം. തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോവും. ഒത്തിരി അങ്ങ് കുഴയ്ക്കരുത് ഇത്. അപ്പോൾ ഇച്ചിരി നല്ലതായിട്ട് ഇങ്ങനെ ഇരിക്കും. എന്നാ പിന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഇതിപ്പം നമ്മളിപ്പം ഗ്യാസ് ഓഫാക്കാൻ പറ്റില്ല. പാവയ്ക്ക വെന്ത് വന്നൊരു വിധം ഗ്യാസ് ഓഫാക്കാൻ 1-5 മിനിറ്റ് മുമ്പേ. ഒത്തിരി കയ്പുള്ള പാവയ്ക്കാണെങ്കിൽ നമുക്ക് അതിനകത്ത് കുറച്ച് ശർക്കര ഇടാം. ശർക്കര ഇടുമ്പോൾ എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ കുറച്ച് പഞ്ചസാര ഇടാം. അതിടുവാണെങ്കിൽ നല്ല രുചിയും കാണും. പിന്നെ കയ്പ് അത്ര എടുക്കത്തില്ല. പിള്ളേർക്ക് കഴിക്കാനാണെങ്കിൽ ഇത് ഇഷ്ടമാവും. മിക്കവാറും പിള്ളേർക്ക് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ കുറച്ച് ശർക്കരയോ കുറച്ച് പഞ്ചസാര ഇട്ടുണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ അതും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്കിത് വേവുന്ന നോക്കാം. വെന്ത് വരുന്നത് വരും. അപ്പം നോക്കാം നമുക്ക് ഇത് വെന്തിട്ടുണ്ടോയെന്ന്. ഓക്കെ. നമുക്കിങ്ങനെ മുറിച്ച് നോക്കണം വെന്തിട്ടുണ്ട്. മുറിയുന്നുണ്ട് പാവയ്ക്കെങ്കിൽ അതിൻ്റെ അർത്ഥം വെന്തിട്ടുണ്ടെന്നാണ്. അപ്പം ഞാനൊന്ന് രുചിച്ച് നോക്കാം ഇതിൻ്റെ ഉപ്പും മധുരമൊക്കെ, ഉപ്പും കയ്പൊക്കെ എങ്ങനെയുണ്ടെന്ന്. ഉപ്പ് തരക്കേടില്ല, പക്ഷെ നല്ല കയ്പുണ്ട്. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ശർക്കര ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് 1 സ്പൂൺ പഞ്ചസാര ഇടുവാണ്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ശർക്കര വീട്ടിൽ അവൈലബിൾ ആണെങ്കിൽ ശർക്കര ഇടാം. ഓക്കെ. അപ്പോൾ ഇത് പഞ്ചസാര ഇട്ടു. കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. 2 മിനിറ്റ് ഇങ്ങനെ മിക്സ് ചെയ്താൽ മതി. നല്ല തനതന്നെ മെൽറ്റായിക്കോളും. ഇനിയിപ്പോൾ 2 മിനിറ്റിൽ ഞാൻ ഗ്യാസ് ഓഫ് ആക്കും. ഓക്കെ.
അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ഈ റെസിപ്പി പാവയ്ക്കയുടെ ട്രൈ ചെയ്യാൻ നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്യാത്തത് സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, എൻ്റെ ബെൽ നോട്ടിഫിക്കേഷൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം, ബൈ ബൈ.